ഈ പറഞ്ഞതുപോലെ ഈ മനുഷ്യക്കടത്തും മതപരിവർത്തനവും അടക്കമുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ആരോപിച്ചാണ് അവരിപ്പോൾ ജയിലിൽ അടച്ചിരിക്കുന്നത്. പക്ഷേ ഈ കന്യാസ്ത്രീകൾ രണ്ടുപേരും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് കേരള ഘടകം BJP അടക്കം പറയുന്നു. അവിടെ അവരെ അകത്തിട്ടിരിക്കുന്നത് BJP ഘടകം തന്നെയാണ്, ഛത്തീസ്ഗഡ് BJP ഘടകം. ഇത് തീർക്കണമെങ്കിൽ വളരെ എളുപ്പത്തിൽ സംസ്ഥാന BJPയെ കൊണ്ട് സാധിക്കാവുന്നതേ ഉള്ളൂ, FIR ഒക്കെ ക്വഷ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു നീക്കവും ഉണ്ടാകുന്നില്ല. ഒരു ഇരട്ടത്താപ്പ് അതിൽ തുടരുന്നു. കേരള ഘടകത്തിനൊരു നിലപാട്, ഛത്തീസ്ഗഡിനും വേറൊരു നിലപാട്. കേന്ദ്രം എന്ത് നിലപാട് സ്വീകരിക്കും അജീഷ്? സുഹൈലെ, ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. കാരണം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതിന് പിന്നാലെ വലിയ വിവാദമായതോടെ, വലിയ ചർച്ചയായതോടെയാണ് BJP സംസ്ഥാന അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇങ്ങോട്ടേക്ക് അയച്ചത്. അദ്ദേഹം രാവിലെ വന്നിട്ട് ആദ്യം കണ്ടത് ആഭ്യന്തരമന്ത്രിയാണ്. അതിനുശേഷം മുഖ്യമന്ത്രിയെയും കണ്ടിരുന്നു. മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം ഇതിൽ നീതിപൂർവമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുവെന്ന് അനൂപ് ആന്റണി പറഞ്ഞുവെന്നാണ് മാധ്യമങ്ങളോട് സംസാരിക്കുക പറഞ്ഞത്. പക്ഷേ എന്ത് ഇടപെടലാണ് ഉണ്ടാകുന്നത്, ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഉണ്ടാകുന്നത്, ഏത് തരത്തിലുള്ള നിയമപരമായ സഹായമാണ് കന്യാസ്ത്രീകളെ കൊടുക്കുക, ഇക്കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു വ്യക്തതയും വരുത്തിയില്ല. ഒരുപക്ഷെ നമ്മൾ അങ്ങോട്ട് ചോദിച്ചിരുന്നു, ജാമ്യാപേക്ഷ നൽകുമ്പോൾ സർക്കാർ എതിർക്കില്ലയോ എന്ന് എടുത്ത് ചോദിച്ചപ്പോഴും അതിൽ പ്രതീക്ഷാ നിർഭരമായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് മാത്രമാണ് അനൂപ് ആന്റണി പറഞ്ഞത്. പക്ഷേ അതും ഒരു വ്യക്തതയില്ല. അതായത് എതിർക്കുമോ ഇല്ലയോ എന്ന് പോലും ഒരു കാര്യത്തിൽ ഒരു വ്യക്തതയില്ലാതെ ആണ് അനൂപ് ആന്റണി പറഞ്ഞത്. പ്രതീക്ഷ കൈവിടേണ്ട ആവശ്യമില്ല എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷമാണ് അദ്ദേഹം 12 മണിക്കോടെ ഈ ജയിലിലെത്തി കന്യാസ്ത്രീകളെ കണ്ടത്. കന്യാസ്ത്രീകളെ കണ്ടതിന് ശേഷം പുറത്തിറങ്ങി മാധ്യമങ്ങളെ കണ്ടിരുന്നു. കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്ന് മാത്രമാണ് പറഞ്ഞത്. ആരോഗ്യനിലയൊക്കെ ചോദിച്ചറിഞ്ഞു എന്ന് മാത്രമാണ് പറഞ്ഞത്. എന്താണ് ഉണ്ടായത്, ആ ദിവസം ഉണ്ടായതെന്ന് കന്യാസ്ത്രീകൾ സംസാരിച്ചു എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിൽ കൂടുതലൊന്നും മാധ്യമങ്ങളോട് പറയാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അതായത് ആ കന്യാസ്ത്രീകൾ സ്വാഭാവികമായിട്ടും പറഞ്ഞിട്ടുണ്ടാവുക അവർക്ക് ആ സ്റ്റേഷനിൽ നേരിടേണ്ടി വന്ന കൊടിയ അനീതിയെക്കുറിച്ചായിരിക്കും. സ്വാഭാവികമായിട്ടും അതൊന്നും അനൂപ് ആന്റണി മാധ്യമങ്ങളോട് സംസാരിച്ചില്ല. അതിനുശേഷമാണ് 12:30നും 12:45നും ഇടയിലുള്ള സമയം MP-മാർക്ക് അനുവദിച്ച് കിട്ടിയത്. അവർ നേരത്തെ മുൻകൂട്ടി അപേക്ഷിച്ചതിനനുസരിച്ചാണ് അവർ ഈ സമയം തീരുമാനിക്കുകയും അവർക്ക് ഈ അനുമതി കിട്ടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ വിമാനത്താവളത്തിൽ ഇറങ്ങിയ MP-മാർ വിശ്രമിച്ചതിന് ശേഷം 12 മണിക്ക് ഈ ഇവിടുത്തെ MLA-യുടെ വസതിയിലെത്തി. ഈ ദുർഗിലെ MLA-യുടെ വസതിയിലെത്തിയിരുന്നു അരുൺ വോറ. അദ്ദേഹത്തിന്റെ വസതിയിൽ ഇരുന്നതിന് ശേഷമാണ് അദ്ദേഹം വീണ്ടും കാണാൻ വേണ്ടിയിട്ട് പുറപ്പെടാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴാണ് ഇങ്ങനെ അനുമതി നിഷേധിക്കുന്ന വിവരം കിട്ടിയത്. ഫോൺ വഴി പലതവണ സൂപ്രണ്ടിനെ ബന്ധപ്പെട്ടിരുന്നപ്പോൾ വ്യക്തമായ ഒരു കാരണം അവരോട് പറഞ്ഞിരുന്നില്ല. അതിനുശേഷം റോജി M. ജോൺ ഒറ്റയ്ക്ക് ഈ ജയിലിനകത്തേക്ക് വന്ന് സൂപ്രണ്ടുമായി നേരിട്ട് സംസാരിച്ചിരുന്നു. അപ്പോഴാണ് ഓഫ് ദ റെക്കോർഡ് എന്ന് പറഞ്ഞത് മുകളിൽ നിന്ന് പ്രഷറുണ്ട് എന്ന് ജയിൽ സൂപ്രണ്ട് റോജി M. ജോണാണ് പറഞ്ഞത്. കാരണം മറ്റൊന്നും പറയാൻ പറ്റില്ല, മുകളിൽ നിന്നുള്ളൊരു പ്രഷറുണ്ട്, ആ സമ്മർദ്ദം കാരണമാണ് ഈ അനുമതി നിഷേധിച്ചതെന്ന് മാത്രമാണ് പറഞ്ഞത്. അതിനുശേഷമാണ് MP-മാർ ഈ വസതിയിൽ നിന്ന് പുറത്തിറങ്ങി ഈ ജയിലിന് മുന്നിൽ കവാടത്തിലെത്തി പ്രതിഷേധിച്ചത്. മാധ്യമങ്ങളോട് തുറന്ന് സംസാരിച്ച് ഇതിൽ രാഷ്ട്രീയമുണ്ട്, വിവേചനമുണ്ട്, BJP നേതാവിന് കാണാൻ അനുമതിയുണ്ടെങ്കിൽ പാർലമെന്റ് അംഗങ്ങൾക്ക് എന്തുകൊണ്ട് അനുമതി നിഷേധിച്ചു എന്ന് ചോദിച്ചു. അതിനുശേഷം വലിയൊരു നാടകീയ രംഗങ്ങൾ ഈ ജയിലിന്റെ കവാടത്തിന് മുന്നിൽ ഉണ്ടായതിന് പിന്നാലെയാണ് മുതിർന്ന ജയിൽ ഉദ്യോഗസ്ഥരടക്കം എത്തി ഇവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഇപ്പോഴും അകത്ത് കയറി ജയിലിനകത്ത് MP-മാർ കയറി എന്നാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അകത്തേക്ക് കയറാൻ അവർക്ക് അനുമതി കിട്ടി. 2:30 ഉള്ളിൽ 2:30 സമയം പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ വലിയ പ്രതിഷേധമായി തന്നെ MP-മാർ അകത്ത് കയറി. ഇപ്പോൾ ജയിലിനുള്ളിൽ കയറി കേന്ദ്രീയ ജയിൽ സെൻട്രൽ ജയിൽ ദുർഗിനകത്തേക്ക് MP-മാർ കയറി, പ്രതിനിധി സംഘം കയറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് ഇങ്ങനെ അവർക്ക് കയറാൻ അനുമതി കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BJP നേതാവിന് അങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ പോലും ആവശ്യം വേണ്ടി വന്നില്ല. പക്ഷേ പ്രതിപക്ഷ MP-മാർക്ക് മലയാളികളായ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുമ്പോൾ അവരെ ജയിലിൽ വന്ന് കാണാൻ വേണ്ടി വലിയ രീതിയിലുള്ള നാടകീയമായിട്ടുള്ള രംഗങ്ങൾ നേരിടേണ്ടി വരുന്നു, പ്രതിഷേധങ്ങൾ നടത്തേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകര കാര്യം. എന്തായാലും ഇന്നുണ്ടായ സംഭവത്തിൽ അവർ പാർലമെന്റിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകുമെന്ന് MP-മാർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ MP-മാർക്ക് അകത്തേക്ക് കയറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുഖൈ.